ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 3 സിനിമകളുടെ കേരള ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നു. രാവണപ്രഭു എന്ന സിനിമ ഇന്ന് 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുന്നു. പുതിയ ഒരുപാട് സിനിമകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും സിനിമയ്ക്ക് ഇപ്പോഴും 3 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എന്ന് വന്നിരിക്കുന്നു. സിനിമയ്ക്ക് ഇന്ന് 5 ലക്ഷത്തിലേറെ ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3,25 ലക്ഷത്തിലേക്ക് അടുക്കാനായിട്ട് ഒരുങ്ങുന്നു. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 4 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലാലേട്ടന്റെ 5ാമത്തെ റീ റിലീസ് സിനിമയും തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. ഇനി തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മാരി സെൽവരാജിന്റെ ബൈസൺ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ധ്രുവ് വിക്രം സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ 4 ലക്ഷത്തിൽ പരം ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം സിനിമയ്ക്ക് 10 ലക്ഷത്തിൽ താഴെ കേരള ഗ്രോസ് വരികയുള്ളൂ. എങ്കിൽ പോലും സിനിമയ്ക്ക് വലിയ മോശമല്ലാത്ത തുടക്കം പല മലയാളം സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ വന്നിരിക്കുന്നു. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ 5-10 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ കളക്ഷനും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമ തിയേറ്ററുകളിലെ 16ാം ദിവസത്തിലേക്ക് എത്തിക്കുകയാണ്. കേരള ട്രാക്കിംഗ് ഗ്രോസ് നോക്കുമ്പോൾ മികച്ച ഹോൾഡോടെ സിനിമയ്ക്ക് മുന്നേറാനായിട്ട് കഴിയുന്നു. ഈ ആഴ്ച ഒരുപാട് സിനിമകളാണല്ലോ തിയേറ്ററുകളിൽ കേരളത്തിൽ റിലീസ് ചെയ്ത്. ഇന്നലെയും ഇന്നും സിനിമയ്ക്ക് 40 ലക്ഷത്തിൽ താഴെയാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 70 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ അങ്ങനെ ഇന്നത്തോടെ കേരളത്തിൽ 47 കോടി കളക്ഷൻ കടന്ന് 47 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെടും. അതേസമയം ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ ഇന്നലെ വരെ 717 കോടിയിലേക്ക് എത്തപ്പെട്ടെങ്കിലും ഇന്നത്തോടെ മാത്രമേ 700 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെടുകയുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കു കൂടുതൽ കാന്താര 2 കളക്ഷനായിട്ട്.